മലപ്പുറം പുത്തനത്താണിയിൽ ഷവർമ്മയ്ക്കൊപ്പം നൽകിയ മുളകിന് വലിപ്പം കുറഞ്ഞെന്ന് ആരോപിച്ച് മർദ്ദിച്ചതായി പരാതി. ഷവർമ്മയ്ക്കൊപ്പം നൽകിയ മുളകിന്റെ വലിപ്പം ചോദ്യം ചെയ്ത ശേഷം 4 അംഗ സംഘം മർദ്ദിച്ചു എന്നാണ് പരാതി. ഹോട്ടൽ ഉടമയ്ക്കും മക്കൾക്കുമാണ് മർദ്ദനമേറ്റത്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സുധി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം പുത്തനത്താണി കുട്ടിക്കളത്താണിയിൽ പ്രവർത്തിക്കുന്ന NJ ബേക്സ് ആൻഡ് കഫേയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ കാറിൽ ഈ ഒരു ബേക്കറിയുടെ മുന്നിലെത്തിയ 4 അംഗ സംഘമാണ് ഈ ഒരു വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടെയുള്ള ഭക്ഷണങ്ങൾ ഈ വിധത്തിൽ ഓർഡർ ചെയ്യുന്നത്. സാൻഡ്വിച്ച് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അതോടൊപ്പം ഷവർമയും ഇത്തരത്തിൽ ഓർഡർ ചെയ്തിരുന്നതാണ് കടയുടമ പറയുന്നത്. തുടർന്ന് ഈ ഒരു ഷവർമയുമായി കടയുടെ ഉടമസ്ഥനായ കരീം ഈ ഒരു കാറിന് തൊട്ടടുത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഷവർമ കഴിക്കുന്നതിനിടയിൽ ഇതിന്റെ കൂടെ നൽകിയ ഈ ഒരു മുളക്, ആ ഒരു മുളക് ചെറിയ മുളകാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇവർ മർദ്ദിച്ചു എന്നാണ് ഈ ഒരു കടയുടെ ഉടമയും ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ ഉൾപ്പെടെ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ചെറിയ മുളക് നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സംഘം ഈ ഒരു കടക്കാരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. കരീമിനെ കാറിലുണ്ടായിരുന്ന ഇരുമ്പ് വടിയെടുത്ത് ഈ ഒരു സംഘം അടിക്കുകയും കരീമിന്റെ മക്കളായ സബീൽ, അജ്മൽ എന്നിവരെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ശേഷം ഈ ഒരു സംഘം അവിടെ നിന്നും കടന്നു പോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. നാട്ടുകാർ ഇവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അവരവിടെ നിന്നും കടന്നുകളയുകയായിരുന്നു. വയനാട് മേപ്പാടി കുന്നംപറ്റ സ്വദേശികളാണ് ഈ ഒരു കട നടത്തിയിരുന്നത്. എന്തായാലും സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമം പോലീസ് നടത്തുന്നുണ്ടെന്നാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രുതി. ശരി മുബഷീർ, തുടരുക.